പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിനെക്കുറിച്ചുള്ള ഐതിഹ്യവും അതിൽ അധികമറിയപ്പെടാത്ത ചില വിശദാംശങ്ങളും താഴെ കൊടുക്കുന്നു. കേരളത്തിന്റെ പിറവി, പരശുരാമന്റെ വീണ്ടെടുപ്പ്. 21 വട്ടം ക്ഷത്രിയരെ നിഗ്രഹിച്ച് അവരുടെ രക്തത്തിൽ കുളിച്ച പരശുരാമൻ തന്റെ കയ്യിൽ പറ്റിയ ആ മഹാപാപം, ബ്രഹ്മഹത്യ, നീങ്ങാനായി ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നൽകാൻ തീരുമാനിച്ചു. 1. ദാനവും ദക്ഷിണയും. തന്റെ എല്ലാ സ്വത്തുക്കളും ദാനമായി നൽകിയ ശേഷം സ്വന്തമായി താമസിക്കാൻ ഒരിടം പോലുമില്ലാത്ത അവസ്ഥയായി. ഭൂമി മുഴുവൻ ക്ഷത്രിയരിൽ നിന്ന് പിടിച്ചെടുത്ത് ദാനം ചെയ്തതിനാൽ സ്വന്തമായി ഒരിഞ്ചുപോലും അവശേഷിച്ചിരുന്നില്ല. പിൽക്കാലത്ത് പ്രശസ്തനായ കശ്യപ മഹർഷി വേറൊരു വ്യാഖ്യാനത്തിൽ കശ്യപൻ എന്നൊരു ബ്രാഹ്മണന് ദക്ഷിണയായി നൽകിയ ദാനം തിരികെ വാങ്ങുന്നത് ശരിയല്ല, അതുകൊണ്ട് താൻ ദാനം ചെയ്യാത്ത ഒരു പുതിയ ഭൂമി സൃഷ്ടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 2. കടലിലേക്കുള്ള എയ്ത്ത്. ഈ പശ്ചാത്തലത്തിൽ പരശുരാമൻ സഹ്യാദ്രിയുടെ പശ്ചിമഘട്ടം മുകളിൽ കയറി തന്റെ ഗുരു നൽകിയ ദിവ്യമായ പരശു മഴു കൈയിലെടുത്തു. തന്റെ തപശക്തി മുഴുവൻ ആവാഹിച്ച് ആ മഴു അദ്ദേഹം പടിഞ്ഞാറുള്ള സമുദ്രത്തിലേക്ക്, അറബിക്കടലിലേക്ക് എറിഞ്ഞു. പരശു പതിച്ച സ്ഥലം വരെ സമുദ്രം ഉൾവലിഞ്ഞ് പുതിയ ഭൂപ്രദേശം ഉയർന്നുവന്നു. ഇങ്ങനെ കടൽ പിന്മാറിക്കിട്ടിയ ഭൂമിയാണ് കേരളം. 3. കേരളം എന്ന പേര്. പരശുരാമൻ മഴു എറിഞ്ഞുണ്ടാക്കിയതുകൊണ്ട് ഈ പ്രദേശത്തിന് പരശുരാമക്ഷേത്രം എന്നു പേരുണ്ടായിരുന്നു. കൂടാതെ കേരം, തെങ്ങ്, സമൃദ്ധമായി വളരുന്ന നാട് എന്ന അർത്ഥത്തിലും കേരളം എന്ന പേര് ഈ ഭൂമിക്ക് ലഭിച്ചു. അധികമറിയപ്പെടാത്ത വസ്തുതകൾ. അഗ്നിദേവന്റെ സഹായം. കടലിൽ നിന്ന് ഭൂമി ഉയർന്നു വന്നപ്പോൾ ഉപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ പരശുരാമൻ അഗ്നിദേവനെ പ്രീതിപ്പെടുത്തി ആ ഭൂമി ശുദ്ധീകരിച്ചു എന്നും കഥയുണ്ട്. ചില വ്യാഖ്യാനങ്ങളിൽ ഭൂമിയിലെ ഉപ്പുമാറ്റാൻ അദ്ദേഹം ചില പ്രത്യേക നദികളെ സൃഷ്ടിച്ചുവെന്നും പറയുന്നു. ബ്രാഹ്മണ കുടിയേറ്റം. പുതിയ ഭൂമിയിൽ താമസിക്കാനായി അദ്ദേഹം വടക്കുനിന്നുള്ള ബ്രാഹ്മണ കുടുംബങ്ങളെ, ആര്യന്മാരെ കൊണ്ടുവരികയും അവർക്കായി 64 ഗ്രാമങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ ബ്രാഹ്മണരിലൂടെയാണ് കേരളത്തിൽ പല ആചാരങ്ങളും ക്ഷേത്രസമ്പ്രദായങ്ങളും നിലവിൽ വന്നത്. കലിയുഗത്തിലെ ദൗത്യം. മഹാഭാരത യുദ്ധത്തിനു ശേഷം ക്ഷത്രിയരെ ഉന്മൂലനം ചെയ്തതിലുള്ള പാപം പൂർണ്ണമായും തീർക്കാനും ഇനി ആയുധമെടുക്കാതിരിക്കാനുമാണ് അദ്ദേഹം തപസ്സിനായി മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയത്. അതോടെ അദ്ദേഹത്തിന്റെ വീരയുഗം അവസാനിക്കുകയും കേരളത്തിന്റെ സൃഷ്ടിയോടെ ഒരു പുതിയ യുഗം ആരംഭിക്കുകയും ചെയ്തു.